ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നഗ്ഗറ്റ്സിൻ്റെ റെസിപ്പിയാണ്. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, നമുക്ക് ആർക്കും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും ക്ലീൻ ചെയ്ത് വെള്ളം വാർന്നെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് പീസാക്കി എടുത്താലും കുഴപ്പമില്ല, ഇത് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ഒരു ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം. 5 പീസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ സാധാരണ ബ്രെഡ് ക്രംസ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നോർമൽ സൈസിലുള്ള ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 5 പീസ് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വലിയ സൈസിലുള്ള ബ്രെഡാണെങ്കിൽ 4 എടുത്താലും മതി. പിന്നെ നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ബ്രെഡ് ക്രംസ് ഒക്കെ ചെയ്യുന്ന രീതിയിൽ പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ചിക്കൻ ഇട്ട് കൊടുക്കാം. ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നേരത്തെ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇതിലോട്ട് 1/2 ടീസ്പൂണ് പെപ്രിക്ക പൗഡറാണ് കേട്ടോ. നമുക്കത് വാങ്ങിക്കാൻ കിട്ടും, പെപ്രിക്ക പൗഡർ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ 1/2 ടീസ്പൂണ് വൈറ്റ് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡായി കിട്ടുന്നില്ലെങ്കിൽ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പാകത്തിന് ബ്ലെൻഡായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മൊത്തത്തിൽ അരഞ്ഞ് കിട്ടണം. അപ്പോൾ ഈ ഒരു രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു മാവ് നമ്മൾ കുഴച്ചെടുത്ത ഒരു പരുവാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ സാധാരണ മൈദമാവൊക്കെ കുഴച്ചെടുക്കുമ്പോഴൊക്കെ കിട്ടുന്ന ആ ഒരു രീതിയിൽ നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഇനി നമ്മളിത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി എണ്ണ തടവി കൊടുക്കുക. എന്നിട്ടിത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സ്ക്വയർ പീസാണല്ലോ സാധാരണ നഗ്ഗറ്റ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനൊരു സ്ക്വയർ പീസാക്കി എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കൈവെള്ളയിൽ തന്നെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ജസ്റ്റ് ഒരു സ്ക്വയർ പീസ് ആക്കി എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു പലകയിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ ചെയ്യുന്ന പോലെ കുറച്ച് തിക്കായിട്ട് റോൾ ചെയ്തെടുത്തിട്ട് നമുക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം, ചെറിയ പീസാക്കിയിട്ട്. അല്ലെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഈ ഷേപ്പ് ആക്കി എടുത്താൽ മതി കേട്ടോ, ഈ ഒരു രീതിയിൽ. ഇനി നമ്മളിത് സാധാരണ ചെയ്യുന്ന പോലെ മുട്ടയിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ടിങ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. അപ്പോൾ ഈ ഒരു ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തും കവറാകുന്ന രീതിയിലൊന്ന് കയ്യിലൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാട്ടെ. ഈ ഒരു ബ്രെഡ് ക്രംസ് എണ്ണയിലോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പൊടി. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രോസൺ ആക്കിയിട്ട് വെക്കാം. സമൂസ കട്ട്ലറ്റൊക്കെ ഞാൻ ഫ്രോസൺ ആക്കി വെക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിന്. അതുപോലെ ഇതും നമുക്ക് വെക്കാം കേട്ടോ. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു സൈഡ് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഒരു സൈഡ് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ മാറ്റിയാൽ മതി. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ സാധാരണ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതി തന്നെയാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന നഗ്ഗറ്റ്സ് പോലെ തന്നെ. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്